ഹലോ! ഈ പെട്ടിയൊക്കെ തൂക്കിപ്പിടിച്ചിട്ട് എങ്ങോട്ടാണെന്നല്ലേ? ഇത് ഞങ്ങളുടെ ആദ്യത്തെ യൂറോപ്യൻ ട്രിപ്പ്. പെട്ടെന്നുണ്ടായ ഒരാഗ്രഹമൊന്നുമല്ല കേട്ടോ. ഒരുപാട് നാളത്തെ സ്വപ്നവും പ്രയത്നവും കൊണ്ട് ഈ 2024 ആ സുന്ദര സ്വപ്നം പൂവണിയുകയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം നിറഞ്ഞൊരു മിക്സ്ഡ് ഇമോഷൻസ് നിറഞ്ഞ ഒരു ട്രിപ്പാണെന്ന് തന്നെ പറയാം ഇതിനെ. ടൂർ ഗൈഡ്സിന്റെ സഹായമോ ഒന്നുമില്ലാണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് ആണ് ഈ ട്രിപ്പ് പോകുന്നത്. കണ്ടോ? എത്ര നാളത്തെ പല വീഡിയോസും ഒക്കെ കണ്ട് ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്ത് റൂംസും പോകേണ്ട സ്ഥലങ്ങളും ഒക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. എവിടെയൊക്കെയാണ് പോകേണ്ടത്, എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കറങ്ങേണ്ടത് ഒക്കെ ഇങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പോകേണ്ട സ്ഥലങ്ങൾ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പോവാൻ പറ്റുമോന്ന് അറിയത്തില്ല, എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യും. കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഓരോ വീഡിയോസ് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട്. പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഫസ്റ്റ് ഞങ്ങൾ ജർമ്മനിയിൽ നിന്നാണ് പോകുന്നത്. ജർമ്മനിയിൽ നിന്ന് ഫ്രാൻസിലോട്ടാണ് പോകുന്നത്. ഫ്രാൻസിൽ പാരീസിൽ ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ നമുക്ക് പോകാം എയർപോർട്ടിലോട്ട്. ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നത് ഒരു മലയാളി ചേട്ടനാണ്. നമുക്ക് പരിചയമുള്ള ഒരു മലയാളി ചേട്ടനാണ് വന്നത് നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തി. ഇവിടെ നിന്ന് ഇനി ചെക്കിംഗ് കൗണ്ടറിൽ പോയി ചെക്കിൻ ഒക്കെ ചെയ്യണം. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. 2:30 ഒക്കെ ആയപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തി. കാരണം നമുക്ക് ആ ചേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട. ചേട്ടന് പിന്നെ പോയി കിടന്നിട്ട് ഉറങ്ങുകയൊക്കെ ചെയ്യാമല്ലോ, നമ്മൾ കുറച്ച് നേരത്തെ കൊണ്ട് വിട്ടാൽ. പിന്നെ നമുക്ക് ലോഞ്ച് ആക്സസ് ഉള്ളതുകൊണ്ട് ലോഞ്ചിലൊക്കെ പോവാം. പിന്നെ നമ്മൾ മണി എക്സ്ചേഞ്ചിൽ പോയിട്ട് കുറച്ച് യൂറോസ് ഒക്കെ മേടിച്ചു. ലോക്കൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മക്കളെ. യൂറോ യൂറോ എന്നൊക്കെ പറയൂലേ ദിലീപേട്ടെ, അതുപോലെ യൂറോ. അങ്ങനെ നമ്മൾ ചെക്കിംഗ് കൗണ്ടറിലോട്ട് പോവുകയാണ്. ചെക്കിംഗ് കൗണ്ടറിലെത്തി. 2 ബാഗ് മാത്രമേ ചെക്കിങ്ങിനുള്ളൂ. നമുക്ക് ടോട്ടൽ 60 kg ആണ് അലവൻസ്. 38.5 മാത്രമേ ഉള്ളൂ നമ്മുടെ ബാഗിൽ. 15 ദിവസത്തെ ട്രിപ്പ് ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ. ഇനി നമുക്ക് ബോർഡിംഗ് ഗേറ്റിലോട്ട് പോകാം. ബോർഡിംഗ് ഗേറ്റ് ഏത് സൈഡിലോട്ടാണെന്ന് നോക്കിയിട്ട് മെട്രോയിൽ കയറിയിട്ട് നമുക്ക് ബോർഡിംഗ് ഗേറ്റിലോട്ട് പോകാം. അവിടുന്ന് നമുക്ക് പിന്നെ ലോഞ്ച് ആക്സസ് ഉണ്ട്, ലോഞ്ചിലോട്ട് പോവാം. ഈ ഒരു യാത്രയെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ ഞാൻ കുട്ടിക്കാലത്ത് കുറേ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് പാരീസിലെ ഈഫൽ ടവർ. അത് ഇങ്ങനെ പാരീസിലെ ഈഫൽ ടവർ കാണുക, അവിടെ ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ എൻ്റെ സ്വപ്നത്തിൽ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ, എൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ വാൾപേപ്പർ ഒരു സമയത്ത് ഈഫൽ ടവർ ആയിരുന്നു. കാരണം എനിക്ക് അതിനോട് ഭയങ്കര ഭയങ്കര ഒരു പ്രണയം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഈ താജ്മഹൽ, ഈഫൽ ടവർ, ഈ സിറ്റി ഓഫ് ലവ് എന്നൊക്കെ പറയൂലേ, അവിടെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് പോവുക, ടൈം സ്പെൻഡ് ചെയ്യുക. ഞാൻ അതിലൊക്കെ ഒരുപാട് എന്താ ഹാപ്പിനെസ്സും, എനിക്ക് അതിലൊക്കെയാണ് ഒരുപാട് സന്തോഷം കിട്ടുന്നത്. ഇനി നമുക്ക് ലോഞ്ചിലോട്ട് പോകാം. ലോഞ്ചിൽ പോയിട്ട് കുറച്ച് ഫുഡ് അടിച്ച് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് 2 hours ആണ് ഒരു ലോഞ്ച് ആക്സസ് ഉള്ളത്. ഇപ്പൊ 2 hours ഇവിടെയും 2 hours വേറൊരു ലോഞ്ചിൽ സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം അത്രയും സമയമുണ്ട് നമ്മുടെ കയ്യിൽ. ആദ്യം ഒരു സൂപ്പ് എടുത്തു. ആ സൂപ്പ് ഞാനാണ് എടുത്തത്. ഫുള്ള് മുന്നോട്ടും പിടിച്ചു. പിന്നെ ഞാൻ കുറച്ച് പൊട്ടറ്റോ വെഡ്ജസും സോസേജും എടുത്തിട്ട് അത് സാപ്പിടാന്ന് വിചാരിച്ചു. ഏർലി മോർണിംഗ് നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാത്തത് കൊണ്ടും പിന്നെ ഫുഡ് കഴിക്കാനും തോന്നുന്നില്ല. എന്നാലും നമ്മൾ നൈറ്റ് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ഉറക്കക്ഷീണം ഫുള്ളുണ്ട്. ഈ എക്സൈറ്റ്മെന്റ് നമ്മൾ പണ്ട് ഈ സ്കൂളിൽ നിന്നൊക്കെ ഈ ടൂറൊക്കെ പോകുമ്പോഴത്തേക്കും ഉറങ്ങാണ്ടൊക്കെ ഇരിക്കില്ല കുട്ടികൾ, അതുപോലത്തെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഉറങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് ഈ സൗണ്ടും ഇതൊന്നും പറ്റത്തില്ല ഉറങ്ങാൻ നേരത്ത്. എന്നാലും ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങും, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ആരും ഇല്ല കേട്ടോ ലോഞ്ചിൽ, ആരും വന്നു തുടങ്ങിയിട്ടില്ല. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത് കണക്കല്ലല്ലോ ആൾക്കാർ. അപ്പൊ നമുക്ക് നല്ല പ്രൈവസി ഉണ്ടായിരുന്നു, ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഞാനിത് ഈ ഫോണിൽ നോക്കി ഈ വീഡിയോയിൽ നോക്കി ഇങ്ങനെ കാണിച്ചത് കൊണ്ട് ഞാൻ എടുത്ത് ചവച്ചത് ക്യാപ്സിക്കമായിരുന്നു. അതുകൊണ്ടാണ് ഇഞ്ചി കടിച്ചത് കണക്ക് എൻ്റെ ഫേസ് വരുന്നത്. അപ്പോൾ ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. സോസേജാണ് കൂടുതലും കഴിച്ചത്. അപ്പോൾ മുന്നോട്ട് ഒരു പ്ലേറ്റ് നിറച്ച് ഡെസേർട്ട് എടുത്തുകൊണ്ട് വന്നു. ആ ഡെസേർട്ടിൽ ഇന്നലെ നൈറ്റ് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. ഇങ്ങനെ ഈ എന്താ ഈ ഷുഗർ സിറപ്പിൽ സ്പോഞ്ച്, ഈ കേക്കിൻ്റെ സ്പോഞ്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിങ്ങനെ കഴിക്കുന്നത്.
അപ്പോൾ മനോട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറി കേക്ക് കൊണ്ടുവന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കപ്പോൾ അത് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ അതിങ്ങനെ മനുവേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. ഇന്നലെ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു ആ സ്പോഞ്ച് ഇങ്ങനെ കഴിക്കുന്നത് കണക്ക്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ മെമ്മറി ഇങ്ങനെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമല്ലോ. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഇത് നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ എന്നുള്ള ആ ഒരു സംഭവം എനിക്ക് അപ്പോൾ അവിടെ വന്നു. നമ്മുടെ മെമ്മറി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ഒരു മൊമെന്റ്. അത് കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരു ലോഞ്ചിലും പോയി. അവിടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഗേറ്റിലോട്ട് പോയത്. ബോർഡിംഗ് ടൈമിലാണ് നമ്മൾ ഗേറ്റിലോട്ട് പോയത്. കാരണം അവിടെ പോയിട്ട് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. നമുക്ക് ലോഞ്ചിൽ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം, ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, അവിടെ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള ടൈമായി. ബോർഡിംഗ് തുടങ്ങി. നമ്മൾ എയർബസ് 380 പോകുന്നത്. എയർബസ് 380 ഞാൻ കയറിയിട്ടുണ്ട്. എയർ ഷോ നടന്ന സമയത്ത്, ദുബായ് എയർ ഷോ നടന്ന സമയത്ത് ഞാൻ കയറിയിട്ടുണ്ട്. ഫുള്ള് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ട്രാവൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ താഴെയാണ് ഇരിക്കുന്നത്. സാധാരണ വലിയ ഫീലിംഗ് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ കയറി. അതിനകത്ത് എൻ്റെ അടുത്ത് ഹെഡ്സെറ്റ് വേണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇല്ലാത്ത എക്സ്പ്രഷനൊക്കെ ഇട്ട് വേണ്ടെന്ന് പറയും. കാരണം ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിയിൽ എയർ കയറുമല്ലോ, ചെവി അടയുന്ന പോലെ തോന്നുമല്ലോ. അതുകൊണ്ടാണ് ഹെഡ്സെറ്റ് വേണമെന്ന് ചോദിച്ചത്. പിന്നെ നമുക്ക് അതിനകത്ത് ഹെഡ്സെറ്റ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. കാരണം ഇനി അത് എവിടെയെങ്കിലും മിസ്സായി പോയാൽ പിന്നെ അത് നോക്കി നടക്കണ്ടല്ലോ. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത വള്ളികൾ. ഒന്നാമത് ഉറക്കപ്പിച്ചിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ക്യാപ്റ്റനൊപ്പം നമ്മൾ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രിപ്പ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു? വട്ടാണെന്ന് വിചാരിക്കും, എന്നാലും എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതും ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആവുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റൊക്കെ നമ്മളെ നോക്കി നോക്കി കൂട്ടി കൂട്ടി വച്ചിരുന്ന അതൊക്കെ നടക്കാൻ പോകുന്നു. അപ്പോൾ മൈൻഡിലോട്ട് മിക്സഡ് ആയിട്ട് എന്തൊക്കെയോ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണാനും ആസ്വദിക്കാനും ഒക്കെ പോകുന്നു. ഒരു ഇമോഷൻസ് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. നമ്മൾ ഇനി 7 മണിക്കൂർ, ഒരു 6-7 മണിക്കൂറോളം ഇനി നമ്മൾ ഈ ഫ്ലൈറ്റിനകത്ത് തന്നെയാണ്. അതൊരു കഷ്ടമാണ്. എന്താ പറയുക, ഞാൻ അങ്ങനെ 9 hours ഫ്ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലേ ഓവർ ഫ്ലൈറ്റ് ആണ്. സെയിം ഫ്ലൈറ്റ് തന്നെ ഡൽഹി ടു ബോംബെ, ബോംബെ ടു ട്രിവാൻഡ്രം, 9.5 hours ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അത് 1 hour ലേ ഓവർ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ഒരു 7 hours ഒക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് വല്ലാത്ത വീർപ്പുമുട്ടലുണ്ടാവുമല്ലോ. അങ്ങനെ ദുബായ് നഗരത്തോട് യാത്ര പറഞ്ഞ് 15 ദിവസത്തേക്ക് ഈ ചൂടിൽ നിന്നും നമ്മൾ പറന്നുയർന്ന് മറ്റൊരു ലോകത്തേക്ക് പോകുവാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടു. ഇനി കുറച്ച് മൂവീസൊക്കെ കാണാം. ഞാൻ നോക്കിയപ്പോൾ മനുവട്ട് അപ്പോഴേക്കും ഉറങ്ങി. സീറ്റ് കണ്ട് അപ്പം തന്നെ ഉറങ്ങി. പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല. അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ്, അപ്പം തന്നെ ഉറങ്ങാൻ പറ്റുക എന്നുള്ളത്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നത് വരെ ഞാൻ മനുവട്ടിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ ഉറങ്ങി എന്നെ ആരും ശല്യം ചെയ്യാനും പാടില്ല. അതാണ് എൻ്റെ പോളിസി. എന്താല്ലേ. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ നോക്കിയപ്പോൾ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഈ ഒരു സിനിമ മാത്രം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ അതിൽ അഭിനയിച്ചിട്ടുള്ള ആരെയും എനിക്കറിയത്തില്ല. ആകെ എനിക്കറിയാവുന്നത് മമ്മൂക്കോയെ മാത്രമാണ്. പിന്നെ ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ തെയ്യം റിലേറ്റഡ് ഒരു മൂവിയാണെന്ന് തോന്നി. അപ്പോൾ അത് കാണാമെന്ന് വെച്ചു. ചിലപ്പോൾ ഞാൻ ഉറങ്ങും, എന്നാലും അതുവരെ കാണാമെന്ന് വെച്ച് ഞാൻ ഹെഡ്സെറ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ആ മൂവി കാണാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ നമ്മളടുത്ത് കുട്ടികൾ, പുറകിലൊരു കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 3-4 വയസ്സുള്ളത്. അത് കരയത്തൊന്നുമില്ല. അതിങ്ങനെ അതിൻ്റെതായ ലോകത്ത് എൻ്റർടൈൻഡ് ആയിട്ട് ഇരിക്കുകയാണ്, സംസാരിക്കാനൊക്കെ ഉണ്ട്, എന്നാലും ശല്യമൊന്നുമില്ല. പിന്നെ അടുത്ത് വേറെ കുഞ്ഞു ബേബീസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്ന ഒരു കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ ആണ് ഫ്ലൈറ്റിനകത്തെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മൂവി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ക്യാപ്റ്റൻ്റെ അനൗൺസ്മെന്റ് വരുന്നത് കൊണ്ട് ഇങ്ങനെ വോയിസ് ഭയങ്കര ലൗഡായിട്ട് വരും. അതൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും പോട്ടെ, നമ്മുടെ ക്യാപ്റ്റൻ അല്ലേ, ക്ഷമിച്ചേക്കാം അല്ലേ. അങ്ങനെ സിനിമ തുടങ്ങി എനിക്ക് മനസ്സിലായി ഞാൻ ഉടനെ തന്നെ ഉറങ്ങുന്നു. അങ്ങനെ ഞാൻ വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത്, കാരണം ഫിലിം അത്രയ്ക്ക് ബോറായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ക്രൂസ് വന്നിട്ട് നമ്മുടെ ഫോട്ടോ എടുത്ത് എന്നിട്ട് അത് കോപ്പി തന്നു. അങ്ങനെ ഉടനെ കണ്ട ഒരു 80s ഒരു നായകനെ പോലെയൊക്കെ ആ ചിരിയും നോട്ടമൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് സ്നാക്സ് കിട്ടി. 8:30 ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് സ്നാക്സും പിന്നെ നമുക്കൊരു ലഞ്ചും ഉണ്ടാവും.
ഇത് നല്ല യമ്മി ചീസി എഗ് സാൻഡ്വിച്ച് ആയിരുന്നു. നല്ല നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല യമ്മി, ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ വായിൽ ഇങ്ങനെ ഒഴുകി പോകുന്ന അങ്ങനത്തെ ഒരു ടെക്സ്ചറിലുള്ള, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിച്ച ഉടനെ തന്നെ ഞാൻ ഉറങ്ങി. ഒരു 2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. അത്രയും നേരം ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ ഞാൻ മനുവേട്ടന് വിൻഡോ സീറ്റ് കൊടുത്തു. അപ്പോഴേക്കും മനുവേട്ടനും എഴുന്നേറ്റു. മനുവേട്ടൻ ഈ സീറ്റ് എടുക്കാനുള്ള മെയിൻ കാരണം കണ്ടു. ആ 2 എഞ്ചിനും ഈ യാത്രയിൽ ഇങ്ങനെ കാണും. മനുവേട്ടൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടും ഇതിലൊക്കെ അവർ പണിയുന്നത് കൊണ്ടും മനുവേട്ടന് ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് നമ്മൾ ഇങ്ങനെ ജോലി ചെയ്യുന്ന അതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ലേ, അതിങ്ങനെ ആസ്വദിച്ചു പോകുക, അതൊക്കെ മനുവേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ സീറ്റ് തന്നെ എടുത്തത്. ആ എഞ്ചിൻ കാണാൻ വേണ്ടി, 2 എഞ്ചിനും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു റിവർ, മല, ഇതൊക്കെ കണ്ടു തുടങ്ങി. ഫോട്ടോയിൽ വീഡിയോസിൽ കാണുമ്പോൾ കളർ ഇല്ലെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല പച്ചപ്പും നല്ല ബ്ലൂയിഷ് ഗ്രീൻ റിവറും ആയിരുന്നു അത്. അങ്ങനെ ഞാൻ മനുവേട്ടനാണ് ഇപ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഞാൻ മനുവേട്ടന് വിൻഡോ സീറ്റ് കൊടുത്തിട്ട് ഞാൻ മാറിക്കൊടുത്തു. കാരണം ഇനി മനുവേട്ടൻ കുറച്ച് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എന്താ ഭംഗിയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ വേറൊരു ലോകത്തെത്തി എന്നൊക്കെ പറയൂലേ, അത് കണക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഞ്ച് വന്നു. ഞാൻ എടുത്തത് ബീഫ് ലഞ്ചാണ്, മനുവേട്ടൻ എടുത്തത് ചിക്കനാണ്. മനുവേട്ടൻ ബീഫ് അലർജിയാണ്, അപ്പോൾ ചിക്കൻ എടുത്തു. അതിനകത്ത് പൊട്ടറ്റോ വെഡ്ജസും ചിക്കനും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ലഞ്ച് ബീഫ് വിത്ത് പൊട്ടറ്റോ മാഷ്, ഒരു യമ്മി യമ്മി യമ്മി. പറയാൻ പറ്റും, എനിക്ക് ഇപ്പോഴും എൻ്റെ വായിൽ വെള്ളം ഓടുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. ഈ വായിൽ വെച്ച ഒഴുകി പോവില്ലേ, അത് കണക്കത്തെ ടേസ്റ്റ്. നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുള്ള് കഴിച്ചു. ഫുള്ള് ഞാൻ ആസ്വദിച്ച് കഴിച്ചു. നേരത്തെ ഫുഡ് കഴിച്ചതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്കിപ്പോൾ കഴിക്കുമ്പോൾ ഇല്ലായിരുന്നു, കാരണം ഞാൻ അത് ഫുള്ള് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഡെസേർട്ടായിട്ട് ഉണ്ടായിരുന്നത് ക്രീം ബണ്ണാണ്. ക്രീം ബണ്ണ് ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരത്ത് കാര്യമായിട്ട് ദിയ ബേക്കറിയിൽ ഇങ്ങനെ ക്രീം ബണ്ണ് കിട്ടും. ഞാനത് കഴിച്ച് എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് കണക്കത്തെ ക്രീം ബണ്ണാണ് ഡെസേർട്ടിന് കിട്ടിയത്. ഞാൻ മനുവേട്ടന് കുറച്ച് ചിക്കൻ, അത് കുറച്ച് ടേസ്റ്റ് ചെയ്തു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനെക്കാട്ടി സൂപ്പർ എൻ്റെ ഈ ബീഫ് ലഞ്ചായിരുന്നു. പൊട്ടറ്റോ മാഷും അതും നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു ക്രീം ബണ്ണ്. എന്താ ടേസ്റ്റ്! ആ ക്രീം ബണ്ണ് എനിക്ക് ആ ടേസ്റ്റ് തന്നെ തോന്നി. ആ ദിയ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ആ ടേസ്റ്റ് തന്നെ തോന്നി. അത് കഴിഞ്ഞിട്ട് ആ ചോക്ലേറ്റിൽ മുക്കി ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന എന്താ ടേസ്റ്റ്! അത് കഴിഞ്ഞിട്ട് മനുവേട്ടൻ ഫ്ലൈറ്റിൻ്റെ എല്ലാം ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുവാണേ. ജോലിയോടുള്ള ആത്മാർത്ഥതയൊന്നും അല്ല, ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരുന്നു. അത് ഞങ്ങളിങ്ങനെ സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് നോക്കി കിട്ടുന്നുണ്ടോന്ന്. അപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും വേറെ ഏതെങ്കിലും ഒക്കെ സീറ്റിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അവരുടെ സീറ്റ് നമ്പർ അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിച്ചു നോക്കാം. ആ പച്ചയിലാണ് പ്രസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വലിച്ചു പറിച്ചെടുക്കുകയല്ല വേണ്ടത് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്തത്. എന്നിട്ട് ഹലോ ആര് പറഞ്ഞു എന്നൊക്കെ പാട്ടൊക്കെ പാടി ഞങ്ങള് ഫോൺ ചെക്ക് ചെയ്തൊക്കെ നോക്കി. അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഈ 7 മണിക്കൂറൊക്കെ നമ്മൾ എന്ത് ചെയ്യാനല്ലേ ഫ്ലൈറ്റിനകത്ത്, ഉറക്കവും വരുന്നില്ല. പിന്നെ ഇങ്ങനെ സ്ഥലങ്ങളും ഒക്കെ കണ്ടു തുടങ്ങി. അപ്പോ കുറച്ചു നേരം നമ്മള് ഇനി എന്തിനാ ഉറങ്ങുന്നത്, ഉറങ്ങാനും തോന്നുന്നില്ല, കാരണം ഇതൊക്കെ കാണാനും ഒക്കെ വേണ്ടിയിട്ട് ഉറക്കവും പോയി. അപ്പൊ എന്തൊക്കെയോ ചെയ്ത് സമയം പോവാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിയാ മതി, അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം കാണാൻ പറ്റിയാ മതി എന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ്. അങ്ങനെ നമ്മൾ ചെറിയ സിറ്റി സൈഡൊക്കെ കണ്ടു തുടങ്ങി. നല്ല ഭംഗി, ഇങ്ങനെ പഞ്ഞിക്കട്ടികൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അതിന്റെ കൂടെ നമ്മുടെ 2 എഞ്ചിനും. ഇതൊക്കെ ഫുള്ള് മനുവേട്ടനാണ് ഈ വീഡിയോ എടുത്തത്. ഈ ട്രിപ്പിൽ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ജർമ്മനിയിലോട്ടാണ്. കാരണം നമുക്ക് ഷെഡ്യൂൾ വിസ കിട്ടിയത് ജർമ്മനിയിലേക്കാണ്. ജർമ്മനി സ്ലോട്ട് മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മള് ജർമ്മനി നമ്മുടെ പ്ലാനിലുള്ള ഒരു സ്ഥലമല്ല. സ്വിറ്റ്സർലാൻഡും പാരീസും ആണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് പോകുന്നതും വരുന്നതും ജർമ്മനി വഴിയാണ്, ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വഴിയാണ്. ഇപ്പോൾ മധ്യ യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന യൂറോപ്പിലെ തന്നെ വലിയൊരു രാജ്യമാണ് ജർമ്മനി. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് ജർമ്മനി. ഏകദേശം 9 രാജ്യങ്ങളായിട്ടാണ് ജർമ്മനി അതിർത്തി പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനി വന്ന് ലാൻഡ് ചെയ്താൽ നമുക്ക് ഏതൊരു യൂറോപ്യൻ കൺട്രിയിലും ഈസിലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ശെങ്കൻ കൺട്രിയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജർമ്മനി. ഏകദേശം 84 മില്യൺ ജനങ്ങളാണ് ജർമ്മനിയിൽ
മാത്രം താമസിക്കുന്നത്. രണ്ടാമത് 65 മില്യൺ ആൾക്കാർ താമസിക്കുന്നത് നമ്മുടെ ഫ്രാൻസിലാണ്. യൂറോപ്പ് കാണാത്ത ഒരാളെന്ന് പറയുന്നത് രാജ്യത്തിന്റെ അല്ല, ലോകത്തിന്റെ രണ്ടറ്റത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലെയാണെന്നാണ് നമ്മുടെ സഞ്ചാരിയിൽ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് ഈ രാജ്യങ്ങളൊക്കെ കാണാനും ആ സ്ഥലങ്ങളൊക്കെ കാണാനും, പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും. ജർമ്മനിയിൽ മാത്രം ചെറുതും വലുതുമായിട്ട് ഏകദേശം 36 എയർപോർട്ടുകളാണ് ഉള്ളത്. അതിൽ 70 മില്യൺ ആളുകളും ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ജർമ്മനിയുടെ സിറ്റീസ് ഒക്കെ കണ്ടു തുടങ്ങി. ലാൻഡിങ്ങിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷെങ്കൻ വിസ എടുക്കുക എന്നാണ്. ഷെങ്കൻ വിസ എടുത്ത് നമുക്ക് 26 രാജ്യങ്ങളിലേക്ക് ഈ ഒരു ഒറ്റ വിസ കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. 26 രാജ്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് കവറപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഒരു ട്രിപ്പിൽ പോയി വരുന്ന അത്രയും സ്ഥലങ്ങൾ നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷനും എല്ലാം എക്സ്പെൻസീവ് ആണ്. എന്നാലും ഇതൊക്കെ നമ്മൾ ഒരു തവണയെങ്കിലും കണ്ടിരിക്കുന്ന നമ്മുടെ ഒരു വലിയ ആഗ്രഹമല്ലേ? നിങ്ങൾക്കില്ലേ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ? എൻ്റെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഫ്രാൻസിൽ പാരീസിൽ ഈഫിൽ ടവർ കാണുക എന്നുള്ളത്. അതെൻ്റെ ഒരു എന്താ സ്വപ്നമായിരുന്നു. അങ്ങനെ ആ ഫോട്ടോസും വീഡിയോസും ഞാൻ പണ്ട് എൻ്റെ ഫോണിന്റെ വാൾപേപ്പറും വാച്ചിന്റെ വാൾപേപ്പറും ഒക്കെ ഈ ഈഫിൽ ടവറിന്റെ ഫോട്ടോസ് ഇട്ട് വെച്ചേക്കുമായിരുന്നു. കാരണം അത് എൻ്റെ ഒരു ഡ്രീം. അതിപ്പോ ഒരു കം ട്രൂ മൊമെന്റ് ആണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ആവാൻ പോവാണ്. ഓൾമോസ്റ്റ് ലാൻഡ് ആയി. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു കാട് ഏരിയ പോലത്തെയൊക്കെ അങ്ങനെയൊക്കെ തോന്നി. പിന്നെ ഒരുപാട് എക്സൈറ്റ്മെന്റ്. നമ്മൾ ജർമ്മനി വരെ എത്തിയിരിക്കുകയാണ്. എനിക്ക് വോയിസ് കൊടുക്കുമ്പോഴും എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറുന്നില്ല. അങ്ങനെ നമ്മൾ ലാൻഡായി. നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. എൻ്റെ മുന്നോട്ടിനി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഇത്രയും കാത്തിരുന്നത്. ഈ 2 എഞ്ചിനും ആ നിലത്ത് പതിക്കുന്ന ആ മൊമെന്റ്. അപ്പോൾ നമ്മൾ ഈ യാത്രയിലൂടെ തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, സാധാരണ ഒരു ടൂർ ഗൈഡിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്തത്, നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലൂടെയാണ് കടന്നു പോയതൊക്കെ ഒരു ടൂർ ഗൈഡിന്റെ ഒന്നും സപ്പോർട്ട് ഇല്ലാണ്ട് ഏതൊരാൾക്കും ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോവാം. ഇനി ഇവിടെ ഇമിഗ്രേഷൻ ഉണ്ട്. ഇമിഗ്രേഷൻ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജർമ്മനിയിൽ എത്തുന്നത് വരെയുള്ള വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിനുണ്ട്. അപ്പൊ അവർ റാൻഡമിലി നമ്മളെടുത്ത് പാസ്പോർട്ട് കാണിക്കാനും ടിക്കറ്റ് കാണിക്കാനും ഒക്കെ പറയും. ഇപ്പൊ നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. റാൻഡം സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. എന്നെ കണ്ടപ്പോൾ അവർക്ക് സസ്പീഷ്യസ് ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു. അവരെന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്തു. എവിടെയാണ് പോകുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ കുറച്ച് പേടിച്ച് ആയിപ്പോയി. കാരണം പെട്ടെന്ന് ഇങ്ങനെ റാൻഡമിലി ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് പോവേണ്ടത് ഇമിഗ്രേഷനിലാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. ഇമിഗ്രേഷൻ ക്രോസ് ചെയ്തോ ഇല്ലെന്നൊക്കെ അടുത്ത. സ്റ്റേ ട്യൂൺ. ബൈ.